തൃശ്ശൂരിലേക്ക് പോകാം. അവിടെ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. ചേലക്കരയിലെ ജനവാസ മേഖലയിൽ പരിഭ്രാന്തി പരത്തി വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി. തോന്നൂർക്കര പടിഞ്ഞാറ്റുമുറി മാട്ടുങ്ങൽ പ്രദേശത്താണ് കാട്ടാനക്കൂട്ടം എത്തിയത്. കാട്ടാനകളുടെ ദൃശ്യം 24-ന് ലഭിച്ചു. നമ്മൾ ഇരുട്ടത്തെവിടെയോ കാട്ടാനക്കൂട്ടം നിൽപ്പുണ്ട്. ടോർച്ച് അടിച്ചപ്പോൾ കാണാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് ഇന്നലെ ആന വന്നിട്ട് ഇന്നലെ 8 മണിക്ക് തുടങ്ങിയ അക്രമാണ്. 8 മണിക്ക് തുടങ്ങി 2 ആന ആദ്യം വന്നു, അതിനെ ഓടിച്ചു വിട്ടു. അത് കഴിഞ്ഞിട്ട് ആ 2 ആന പിന്നെ തിരിച്ചു വന്നു, 10 മിനിറ്റിനുള്ളിൽ തിരിച്ചു വന്നു. പിന്നെ 3 ആന വന്നു, ആ 3 ആന അതിനും കയറ്റി വിട്ടു, ഓടിച്ചു വിട്ടു. പിന്നെ 3 ആന കഴിഞ്ഞു, പിന്നെ ഫോറസ്റ്റുകാരെ വിളിച്ചു, അവർ വന്നു. പിന്നെ വന്നത് 4 ആനയാണ്, ഒരു കൊമ്പനം കൂടിയിട്ടാണ് 4 ആന വന്നത്. ഓൾറെഡി വന്നത് ഇവിടെ കണ്ടാൽ അറിയാം ഇവിടുത്തെ സ്ഥിതി എന്താണെന്ന് അറിയാം. അധികാരികൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു തരിക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇവിടെ പ്രതിഷേധം കാര്യങ്ങളായിട്ട് കൊണ്ടുവരും. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങളുമായി ചേർന്നത് തൃശ്ശൂരിൽ നിന്ന്. അമൽ, ഭയാനകമായ കാര്യമാണ് വീട്ടുമുറ്റത്ത് ഇങ്ങനെ ആന നിൽക്കുക എന്ന് പറയുന്നത്. അവിടുത്തെ ആളുകളൊക്കെ എത്രത്തോളം ഭയത്തോടെ ആയിരിക്കും ജീവിക്കുക? പ്രത്യേകിച്ച് ഇരുട്ടത്തൊക്കെ ആന നിന്ന് കഴിഞ്ഞാൽ കാണാൻ കൂടി സാധിക്കില്ല. ഇപ്പോൾ കാട്ടാനക്കൂട്ടം എത്തി എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ചേലക്കരയിലെ വന്യമൃഗശല്യം, പ്രത്യേകിച്ചും കാട്ടാന ശല്യം രൂക്ഷമാവുകയാണ്. അടിക്കടി ഈ സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. ഏതായാലും ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് 4 കാട്ടാനകൾ പ്രദേശങ്ങളിൽ, തോന്നൂർക്കര പടിഞ്ഞാറ്റുമുറി പോലുള്ള പ്രദേശങ്ങളിൽ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിനെ തുടർന്ന് നാട്ടുകാർക്കിടയിൽ അടക്കം വളരെ വലിയൊരു പരിഭ്രാന്തിയാണ് പടർന്നത്. അതിൽ ആത്തിക്കൽ അനീഷ് എന്ന ആളുടെ പറമ്പിൽ കയറി ആന കൃഷികളെല്ലാം നശിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, പനകൾ മറിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് വനം വകുപ്പ് എത്തി ആനകളെ കാട്ടിലേക്ക് തുരത്തുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്നതാണ്, വാൽപ്പാറയിൽ വെച്ച് ഒരു അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷപ്പെട്ടത് കഷ്ടിക്കാണെന്നാണ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ. ആ ഒരു വീട്, അമ്മയും കുഞ്ഞും മാത്രമുണ്ടായിരുന്ന ആ ഒരു വീട് 5 കാട്ടാനകൾ എത്തി തകർത്തു. വീടിനകത്തുണ്ടായിരുന്ന വസ്തുവകകളെല്ലാം നശിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചേലക്കരയുടെ ജനവാസ മേഖലകളിലും കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വന്യജീവി ശല്യം രൂക്ഷമാവുമ്പോഴും ഊർജിതമായിട്ടുള്ള അല്ലെങ്കിൽ ഫലപ്രദമായിട്ടുള്ള നടപടികൾ തന്നെയാണ് അധികാരികളുടെ ഭാഗത്ത് വേണമെന്നാണ് ജനപ്രതിനിധികളും ജനങ്ങളും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.